ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, ഞങ്ങൾ വന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇത് നിങ്ങൾക്കും കൂടി കയറി വരാൻ അവകാശമുള്ള വീടല്ലേ? നിങ്ങൾക്കും കൂടിയല്ല, ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വീടാ. പക്ഷെ അത് തിരിച്ചെടുക്കാനോ ഒരാശ്വാസത്തോടെ നമ്മളത് സ്വന്തമാക്കുമെന്ന് പറയാനോ എനിക്കാവില്ല. എങ്കിലും പറയുക, കാലം ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ അത് കൊണ്ടുവയ്ക്കുമായിരിക്കും. അത് ഒരു പ്രതീക്ഷയാ. ഒരിക്കലും നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും മനസ്സിനെ പാകപ്പെടുത്തി അനുസരിപ്പിച്ച് അടക്കി നിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രതീക്ഷ. രാഘവേട്ട, ഇനിയുള്ള കാലം തീർക്കാൻ നമുക്ക് ആ പ്രതീക്ഷ പോരെ? എങ്ങനെ ഈശ്വര ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അധികാരത്തോടും അവകാശത്തോടും കൂടി ആ വീട്ടുമുറ്റത്ത് കൊണ്ടു നിർത്തുന്നേ? ഇതെന്താ ഇതിനും മാത്രം എഴുതി കൂട്ടാനുള്ളത്? നീ ഇവിടെ ഡോക്ടറായിട്ട് വന്നിട്ട് ഇവിടെ ആരെയും ചികിത്സിക്കാനൊന്നുമില്ല. അതിന് ഞാനെന്തിനാ പഠിക്കുന്നെന്ന് പോലും ഇക്കാക്ക് നിശ്ചയമുണ്ടോ? ഇനിയിപ്പൊ എന്ത് മലമറിക്കുന്ന പഠിപ്പായാലും നിന്റെ ശമ്പളം കൊണ്ട് കഴിയേണ്ട ആവശ്യമൊന്നും ഇവിടെ ആർക്കുമില്ല. മാമായി എന്നെയൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ വെച്ചും വിളമ്പിയും തന്ന് സുഖമായിട്ട് നമുക്കിവിടെ കഴിഞ്ഞൂടെ? ഈ ഒരു സുഖവും സന്തോഷവും ആഗ്രഹിക്കാത്ത ഏത് പെൺകുട്ടിയെ ദുനിയാവിലില്ലാത്തത്? 3 നേരവും സുഖഭക്ഷണവും ഇടയ്ക്കൊക്കെ പുറത്തുള്ള കറക്കവും അത് മതി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക്. നീ എന്താണ് ഇങ്ങനെയായി പോയത്? ഒരല്പം പഠിപ്പുണ്ടായോണ്ട്. നസീറൊക്കെ പറയുന്ന രീതിയിൽ പെൺകുട്ടികൾ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയല്ല. തുടങ്ങിയോ രണ്ടും കൂടെ? ഒരല്പ സമയം കിട്ടിയ അപ്പ വഴക്ക് കൂടും. ഇങ്ങനാണെങ്കിൽ എങ്ങനെ മക്കളെ നിങ്ങൾ രണ്ടാളും കൂടെ ഒന്നിച്ചു കഴിയുന്നേ? അതിന് ഞാൻ പറയുന്നതിനല്ല എതിര് പറയുന്നത് ഇവളല്ലേ ഉമ്മ. മാമാക്ക് സുഖാവുന്നവരെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ഇവിടെ കഴിഞ്ഞിരുന്നതും ഞാനും ബാപ്പച്ചിയും കൂടെ അല്ലായിരുന്നോ? എനിക്ക് ബാപ്പച്ചിയും ബാപ്പച്ചിക്ക് ഞാനും ആയിരുന്നു കൂട്ട്. ആ, ഇനി അങ്ങനെ പറ്റില്ലല്ലോ. നിനക്ക് ഒറ്റയ്ക്കൊന്നും ഈ കാക്കാന്റെ കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഡോക്ടർ പഠനമൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം അങ്ങ് നടത്താം. എനിക്ക് പഠിക്കണം. പഠിത്തം കഴിഞ്ഞു മതി മറ്റെന്തും. നിക്ക്, ഇവിടെ ഞങ്ങൾ വീട്ടിലെ പെണ്ണുങ്ങളുടെ അഭിപ്രായം അങ്ങനെ ചോദിക്കാറില്ല. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അതങ്ങ് അംഗീകരിക്കണം. എനിക്ക് പാപ്പച്ചി വാക്ക് തന്നതാ, പഠിത്തം കഴിഞ്ഞ കല്യാണം ഉണ്ടാവൂന്ന്. അതൊക്കെ പണ്ട്. ഇപ്പൊ കാര്യങ്ങൾ നോക്കുന്നത് ഞങ്ങളല്ലേ? ആര് നോക്കിയാലും ഞാൻ എന്റെ കാര്യമാ പറഞ്ഞത്. അങ്ങനെ സ്വന്തം കാര്യം തീരുമാനിക്കാൻ ഇവിടെ പറ്റില്ലെന്നാ പറഞ്ഞത്. നസീറെ, നീ മിണ്ടാതിരിക്കെ. അപ്പൊ അവളും മിണ്ടാതിരിക്കും. സുബൈർക്ക് ഇങ്ങനെ മിണ്ടാത്ത സ്ഥിതിക്ക് ഇനി സംസാരിക്കാനുള്ള അധികാരം എനിക്കാ. അതുകൊണ്ട് ഞാൻ അങ്ങ് തീരുമാനിക്കാൻ പോകുക നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം. അതിനു വേണ്ടിയിട്ട് മാത്ര ഞാൻ വന്നതും.
ഇനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോകൂ. ഇനി ഇതിന്റെ പേരിൽ ഒരു ചർച്ച വേണ്ട. നമ്മൾ എത്ര നാളായില്ലേ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഓർമ്മയിൽ പോലും കടന്നു വരാത്ത രീതിയിൽ നമുക്കതിനെല്ലാം അകറ്റി നിർത്താം. എന്നിട്ട് നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങണം. രോഹിത്, എനിക്കിതെപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ഇതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാലോ? ഇല്ല, ഇനി എന്റെ രോഹിത്തിന് അങ്ങനെ മാറാൻ കഴിയില്ല. കാരണം ഇപ്പൊ രോഹിത്തിന്റെ ഉള്ളിൽ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു മനുഷ്യനുണ്ട്. നമുക്ക് അച്ഛനെ അമ്മയൊന്ന് പോയി കാണണം. ഞാൻ മൂലം ഉണ്ടായ നഷ്ടങ്ങൾക്കും മാനനഷ്ടങ്ങൾക്കും ഒക്കെ ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. രോഹിത് ഒന്ന് അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നാ മതി. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരതൊക്കെ മറക്കും. കാരണം രോഹിത്തിനെ അവർക്ക് മനസ്സുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ്. ചായ കുടിക്കെന്തായാലും. ഭാര്യയും ഭർത്താവും കൂടി വീണ്ടും ഒരു ഹണിമൂണിന്റെ കാര്യം ചർച്ച ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കാറ്റ് ദിശ മാറി വീശാൻ തുടങ്ങി. ഈ ദിശമാറ്റം നമുക്കല്പം അപകടമാണ്. അയ്യോ, ഞങ്ങൾ വന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇത് നിങ്ങൾക്ക് കൂടി കയറി വരാൻ അവകാശമുള്ള വീടല്ലേ? നിങ്ങൾക്കും കൂടിയല്ല, ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വീടാ. ഞങ്ങൾക്ക് മാത്രം സ്വന്തമായ വീട്. മോനെ രോഹിത്തെ, എന്താ നിന്റെ ഉദ്ദേശം? എന്താണ് പ്ലാൻ? അതെനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത്രമേൽ അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വീടുമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നടാ?